അപ്പതാ ഹലോ നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളെങ്ങനെ പോണ കാത്തു മാമ വേറെ എന്തോ മേടിക്കാനല്ലേ പോണു നമ്മള്? എന്തോ സാധനം മേടിക്കാനല്ലേ പോണ്? പെപ്പ്. അപ്പൊ നാളെ നമ്മളെ പെവിയുടെ ബർത്ത്ഡേ ആണ്, 10-ാം തീയതി. തലേദിവസത്തെ ലാസ്റ്റത്തെ കലാപരിപാടികളാണ്. പ്രത്യേകിച്ച് വലിയ പരിപാടിയായിട്ടൊന്നുമില്ല. അതിനുള്ള ഗിഫ്റ്റ് മുന്നേ നമ്മള് മേടിച്ച് കൊടുത്ത് കഴിഞ്ഞു. അതൊക്കെ കൈപ്പറ്റി കഴിഞ്ഞു, കിട്ടി ബോധിച്ചിരിക്കുന്നു. ഇനി പിന്നെ ഗിഫ്റ്റിന്റെ പരിപാടി ഒന്നും ഇല്ല. ഇനി നമ്മള് ചെറുതായിട്ട് നമ്മളെ ഫാമിലിയും പിന്നെ അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രം. ബന്ധുക്കളെ അങ്ങനെ ഏറ്റവും ആരും വിളിക്കണമെന്നില്ല കേട്ടോ. കാരണം അച്ചാച്ചനും അച്ഛമ്മയും വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെതായ തിരക്കിലാണ്. അവിടെ എന്തായാലും അച്ഛനമ്മ ഞങ്ങൾ പിന്നെ ഇവൻ്റെ ഫ്രണ്ട് അങ്ങനെ 2-3 ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ള ഒരു പരിപാടി. വേറെ ആരുമില്ല. നമ്മൾ കുറേ എല്ലാവരും വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റൽസും അങ്ങനെ തിരക്കൊക്കെ വന്നപ്പോൾ ഒന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു പരിപാടി അല്ലേ? എല്ലാവരും പോവുക, കേക്ക് കട്ടി, ഫുഡ് അടിക്കും, ഇത്രയ്ക്ക് മാത്രമല്ല കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. പക്ഷെ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ചെരുപ്പും കൂടി മേടിക്കണം. അവന് ചെരുപ്പ് മേടിക്കണം, എനിക്ക് മേടിക്കണം, കാത്തു എനിക്കുള്ള ഡ്രസ്സ് ഞാൻ മേടിച്ചു. എൻ്റെ ഡ്രസ്സ് അടിപൊളിയാട്ടാ. എനിക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനിട്ട് ഞങ്ങളെ ഡ്രസ്സൊക്കെ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 2 ഇനി കാത്തുമ്മയ്ക്ക് ഡ്രസ്സ് നമ്മള് അതിന്റെ മാച്ചിൽ നോക്കിട്ട് എവിടുന്ന് കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് വിചാരിച്ചു അടിക്കാന്നല്ലേ. എന്റെ ഡ്രസ്സിന്റെ സെയിം മോഡൽ ഏകദേശം ആ ഒരു റൂട്ടിലേക്ക് അടിക്കാന്ന് വിചാരിച്ചു. 1 2 2 പിന്നെന്താ നമുക്ക് പരിപാടി? വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നുമില്ല കേട്ടാ. ചെരുപ്പ് അടിക്ക. എന്റെ മുടിയൊക്കെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയത് എനിക്ക് അത്രക്കണ്ട ഓക്കെ ഇല്ല. താടി സെറ്റ് ചെയ്തൊന്നും ഇവൻ സാധാരണ ചെയ്ത് തന്നെ ഒരു ഭംഗി കിട്ടിയില്ല. ഇതൊന്നും കൂടി സെറ്റ് ചെയ്ത് റെഡിയാക്കണം. പിന്നെന്താ അങ്ങനെ കുഞ്ഞു പരിപാടികൾ മാത്രം. പിന്നെ നമുക്ക് നാളെ വർക്കുണ്ട്. അപ്പോൾ വർക്കിനുള്ള ബ്രൈൻ്റെ സാരി മേടിച്ചുകൊണ്ടിരാണ്ട് അത് അയൺ ചെയ്യണം. വർക്ക് കഴിഞ്ഞ് രാത്രിയാണ് നമ്മൾ പരിപാടിക്കുന്നത്, കേക്ക് കട്ട് ചെയ്യുന്നത്. കാരണം നല്ല ക്ഷീണം ഉണ്ടാവൂല. നമുക്കിപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. രാവിലെ കൊണ്ടാണ്. ഹലോ കാത്തു, ആയി പറ. ഉടുപ്പെടുക്കാൻ പോവാ പറ. വാവ് മാറി. വിശേഷങ്ങൾ പറ. വാവ് സ്വത്തിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതാണ് വാവ് പാമ്പത്ത് തോന്നുന്നു. അല്ല ചുമ മാറി പറ. വാവൊക്കെ മാറി, കുട്ടി ഉഷാറായിട്ടുണ്ട്. ഓക്കെ വാവ് മാറും കേട്ടാ. പിന്നെ ഇന്നലെ നമ്മൾ പുലിക്കളിക്കൊക്കെ പോയി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിന്റെ മുന്നത്തെ കൊല്ലൊക്കെ പോയിട്ടുണ്ട്. അന്നത്തെ ഒരു ഫ്ലോ കഴിഞ്ഞ ഈ പ്രാവശ്യമൊക്കെ കിട്ടിയില്ല കേട്ടാ. എന്താണ് പുലികൾക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു. തുറന്നുണ്ട്, ചൂടാ പുറത്തതില്ല. അപ്പോൾ അതും ഞങ്ങള് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വർക്കിൻ്റെ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അതുപോലെ അച്ഛനും കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് ഒരു 1:45 ആകുമ്പോൾ അവിടെ എത്തി. എത്ര നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ട് പിന്നെ പുലി വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ക്ഷീണമായി. അപ്പോൾ ഇത് മാത്രമാണ് ഫുള്ളിരുന്ന് കണ്ടിട്ടുള്ളത്. ഞങ്ങളൊക്കെ കുറച്ചേരം ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഏട്ടനുള്ള ചെരുപ്പ് നോക്കാനാട്ടാ. അപ്പം അവിടെ എത്തി ആദ്യം തന്നെ ഏട്ടനൊരു ചെരുപ്പ് കണ്ടു, അതവന് ഇഷ്ടപ്പെട്ടു. അപ്പോഴും ഞാൻ പറഞ്ഞു വേറെ ചെരുപ്പൊക്കെ നോക്കി നോക്കും, ഒറ്റയടിക്കൊന്ന് തീരുമാനിക്കണ്ടെന്ന്. പക്ഷെ അവൻ പറഞ്ഞു അതിൻ്റെ അളവെടുത്തോണ്ട് പോരാ, എനിക്ക് അത് തന്നെ നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ അതൊക്കെ ഇട്ട് നോക്കി. അവൻ ഏകദേശം ആ ചെരുപ്പ് ഓക്കെ എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടാണ്. പിന്നെ കാത്തുമ്പോൾ തുടങ്ങി. കാത്തുമ്പോൾ ഒരു അലമ്പ്, എനിക്ക് വെപ്പ് വേണം, അപ്പ പെപ്പ് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ അലമ്പത്തരം കാണാം. അവൾ അങ്ങോട്ട് പോയി നോക്കി. അപ്പോൾ അവിടെ ആ സൈഡിലാണ് ചെരുപ്പെന്ന് മനസ്സിലായി. പിന്നെ അത് ഏട്ടനും പിടിച്ച് വലിച്ച് അവളെ ചെരുപ്പിൻ്റെ സൈഡിലേക്ക് എത്തി. പിന്നെ അവിടെ എത്തിയപ്പോൾ അവൾക്ക് മേളത്തെ ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ്റെ ഒക്കത്ത് കയറുന്നത്.
പിന്നെ അങ്ങോട്ട് തെരച്ചിൽ തുടങ്ങി. നമ്മൾ പറയുന്ന ചെരുപ്പൊന്നും അവൾക്ക് വേണ്ട. അവൾ ഏതോ ചെരുപ്പാണോ പറഞ്ഞത്, ആ ചെരുപ്പ് തന്നെ അവൾക്ക് വേണം. നമ്മൾ സെലക്ട് ചെയ്യുന്നതൊന്നും ഇട്ട് നോക്കി ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല കേട്ടോ. അങ്ങനത്തെ വാശും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ആദ്യം ഞങ്ങളുടെ ഇഷ്ടത്തിനൊരു ചെരുപ്പ് എടുത്തു, കുട്ടി ഒതുങ്ങിയില്ല. അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് വേറെ ചെരുപ്പ് എടുത്തതിൻ്റെ ശേഷമാണ് അവൾക്ക് സമാധാനമായത്. പിന്നെ നോർമൽ എനിക്കും കൂടി ചെരുപ്പ് നോക്കണമല്ലോ, അപ്പയ്ക്കും മോൾക്കും നോക്കിയതല്ലേ. അങ്ങനെ ഞാനും 2-3 ചെരുപ്പൊക്കെ ഇട്ട് നോക്കി. എനിക്ക് ഒരിക്കലും ഇങ്ങനെ കിടക്കണേന്നോ ചെരുപ്പ് ഇട്ട് നോക്കി എൻ്റെ സൈസ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ചെരുപ്പ് വേണം. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ അളവിന് വേറെ എടുത്തുകൊണ്ട് വരുമ്പോൾ ആ ചേട്ടന്മാർ പോയിരിക്കുകയാണ്. ഈ ഒരു ചെരുപ്പ് ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. കാലം ഇട്ടപ്പോഴും ഭംഗി ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വലിയ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എടുത്ത ചെരുപ്പ് ഏതാന്നൊക്കെ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പിനൊന്നും സൈസ് എനിക്ക് എവിടെ ഒന്നും കിട്ടാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പിന്നെ കിട്ടിയില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 2 ചെരുപ്പ് എടുത്ത് കഴിഞ്ഞിട്ടും കാത്തുമ്മയ്ക്ക് മതിയായിട്ടില്ല. എന്നിട്ട് വേറെ അത് ചെരുപ്പ് കൊടുത്തിട്ട് ഇട്ട് നോക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ആരും ഇട്ട് കൊടുക്കൊന്നും വേണ്ട, അവൾ ഒറ്റയ്ക്ക് കറക്റ്റായിട്ട് ഇടും കേട്ടോ. ഈ ചെരുപ്പ് ഇടുക, പുതിയ ഡ്രസ്സ് ഇടാനൊക്കെ നമ്മൾ ഒരാളെ സഹായം വേണ്ട, അവൾ ഒറ്റയ്ക്ക് ചെയ്തോളും. വലിയ ആളായി. ഏട്ടൻ മെയിൻ ചെയ്യാതെ നടക്കുന്നു. ഞാൻ അവൾ ഇട്ട് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഈ മുതൽ ഇതൊക്കെ ഇട്ടാ എന്നൊക്കെ ചോദിച്ച് ഡയലോഗ് സംസാരങ്ങളുണ്ടായിരുന്നു, നല്ല കോമഡി ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റില്ല, അവിടെ പാട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡബ് ചെയ്യാന്ന് വെച്ചത്. അപ്പയും മോളും ഒരുമിച്ച് ഞാൻ ഭയങ്കര കോമഡിയാണ്. അവൾക്ക് 1, 2, 3 ചെരുപ്പെടുത്താലും ഒന്നും മതിയാവില്ല. ഏട്ടനാണെങ്കിൽ അങ്ങനെ ഓവറായിട്ടൊരു സാധനം മേടിക്കണേൽ അവന് താല്പര്യമില്ല കേട്ടോ. അതും പിള്ളേർക്ക് അങ്ങനെ, എനിക്ക് എത്ര എണ്ണം മേടിച്ചാലും കുഴപ്പമില്ല. പിള്ളേരങ്ങനെ മേടിച്ച് ശീലിച്ച് അവർ കഷ്ടപ്പാട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം എപ്പോഴും മേടിച്ചു കൊടുക്കണ മുതലല്ല അവൻ. അപ്പോൾ കാത്തും വരെ ചെരുപ്പിട്ട് ഞാൻ കളിയാക്കി തട്ടത്. കാരണം അവൻ ഭയങ്കര കൃത്യനിഷ്ഠ നോക്കും, പക്ഷെ അവസാനം അവളെ മുന്നിൽ തോറ്റു കൊടുക്കാന്നുള്ള ഓപ്ഷനുള്ളൂ. അത്രയും വയലുണ്ട്. പിന്നെ ഈ ചെരുപ്പ് കണ്ടിട്ട് അപ്പേരെ പെപ്പാന്നൊക്കെ പറയുകയെന്ന്. ഏട്ടൻ്റെ ചെരുപ്പ് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെരുപ്പാണ്. അപ്പോൾ അപ്പേടെ നമുക്ക് വന്നിട്ട് കാത്തുമ്പോൾ കാണിച്ചു കൊടുക്കുക ഏട്ടന്. അങ്ങനെ അവിടെ ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്ത് ബില്ലടിച്ച് പോകുന്നു. അങ്ങനെ ഒരു ചെരുപ്പല്ല 2 ചെരുപ്പ് വാങ്ങിച്ചേ. ഒന്ന് ഇതാട്ടാ, പിന്നെ ഒന്ന് വേറെ മോളിലെ ചെരുപ്പാണ്. 2 ചെരുപ്പ് കൊടുക്കും മേടിച്ചു. എനിക്കൊരു ചെരുപ്പ് മേടിച്ചു, ബേബിക്കൊരു ചെരുപ്പ് മേടിച്ചു. സിമ്പിളായിട്ട് എടുത്താ ഒരു ബെൽറ്റ് എടുത്തു. കാരണം എന്താ അറിയോ, ഇപ്പൊ ജിമ്മിന് പോയി തുടങ്ങി ഉള്ള ട്രൗസറും പാന്റും ഒക്കെ ലൂസായി. ഭയങ്കര ലൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാം. കാത്തുവിന്റെ ചെരുപ്പ്. അപ്പൊ അത് കാരണം ഞാനൊരു ബെൽറ്റും വാങ്ങേണ്ടി വന്നു. അതിന്റെ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് കഴിച്ചിട്ടാണ് ചോറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഇതൊക്കെ മേടിച്ചപ്പോ 2:15 ഞങ്ങൾ നേരെ കരിമ്പ് ജ്യൂസ് കുടിക്കാണ്ടി നിർത്തിയിട്ടുണ്ട്. കാത്തൻ ജ്യൂസ് ആണ്. ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവൻ എന്നെ ഹോസ്പിറ്റലിൽ ഇറക്കി തരും. അമ്മയും അച്ഛനും 2:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും, ഉണ്ണികളെ സ്കൂളിൽ നിന്ന് എടുക്കാണ്ടിട്ട്. ആ നേരത്തിനുള്ളിൽ പോയിട്ട് നീ ഒന്ന് സെറ്റായി വരണം. ഇവന്റെ താടിയൊന്നും ഈ പ്രാവശ്യം എടുത്ത് നന്നായിട്ടില്ല, ഇതൊക്കെ ഒന്ന് ട്രിം ചെയ്തൊന്ന് ഒതുക്കണം. മുഴുവനായിട്ട് കളയരുത് പ്ലീസ്, നല്ല ഫോട്ടോസ് എടുക്കണം. അപ്പൊ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ വൈകിട്ട് മറ്റേ ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്, മനസ്സിലായ? വൈകിട്ട് കൊണ്ടുപോയപ്പോ എന്തിനാ വൈകിട്ടാക്കണ്? വൈകിട്ട് നമുക്ക് സാരി വിളിച്ചു നോക്ക്. വരാട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് നേരെ ഏട്ടനെ ഞാൻ മുടി വെട്ടാൻ വിട്ടയച്ചു കേട്ടോ. കാരണം ഇപ്പോൾ 2 ദിവസം മുന്നേ വെട്ടിയതാണ്, അതുകൊണ്ട് അവൻ വെട്ടണില്ല സെറ്റാക്കണില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതെനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു വെട്ടിയതിൻ്റെ ഒരു ഭംഗിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളർ ചെയ്യാനും മുടിയും സെറ്റാക്കാനും താടി സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏട്ടനെ ഉന്തിത്തള്ളി വിട്ടയച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തോളൂ, ഞാനൊരു ഡെമോ ലൈഫ് പോലെ എടുക്കുന്നുണ്ട്, വീഡിയോ എടുത്തോളൂ എന്നൊക്കെ. പക്ഷേ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നല്ല കുട്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവന് വേറെ എവിടെ മുടി വെട്ടിയാലും എനിക്ക് ഇഷ്ടമാവാറില്ല കേട്ടോ. അത് ഇവനാണേലും കുണുക്കനാണേലും ആദ്യം നമ്മളവിടെ മുടി വെട്ടിയപ്പോഴും കുണിക്കിക്ക് വെട്ടിയപ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ പെരുമ്പിലാവ് സൈഡിലാണ്ടാണ് സ്റ്റൈൽ ഹബ് എന്നാട്ടോ ഷോപ്പിൻ്റെ പേര്. അടിപൊളിയായിട്ട് മുടി വെട്ടും. എൻ്റെ ഇൻസ്റ്റയിൽ അവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ. ഇത് പ്രമോഷനായിട്ട് ഞാൻ പറയുന്നതൊന്നുമല്ല, നമ്മൾ കാശ് കൊടുത്തിട്ട് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ വർക്ക് സൂപ്പറാണ്. ഷോപ്പ് ഒരുപാട് വലുതെന്നല്ല, പക്ഷേ
വർക്കും സൂപ്പറാണ്, അതിനനുസരിച്ചുള്ള റേറ്റും ഇല്ല. ഇപ്പം നമ്മൾ ഒരു വലിയൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും സലൂണിലൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ അത്ര റേറ്റൊന്നുമില്ല. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിരുന്ന ചേട്ടനാണ്. എനിക്ക് ബേബിയുടെ മുടി വേറെ എവിടെ വെട്ടിയാലും ഇഷ്ടമില്ല. അതേപോലെ തന്നെ ബേബി ക്ലീനപ്പൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഫേസിനെ വെട്ടിത്തിളങ്ങും, അത്രയും ഗ്ലേസിങ് വരും കേട്ടോ. ഒരു ക്ലീനപ്പ് ചെയ്താൽ മതി, അടിപൊളിയായിട്ട് അവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്കും അവിടെ പോയിട്ട് എൻ്റെ വേറൊരു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഏട്ടൻ പോകുമ്പോൾ തന്നെ 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കുറച്ചധികം ടൈം വേണം. അതുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. അങ്ങനെ ഏട്ടൻ്റെ മുടി കളർ ചെയ്ത് കൊടുക്കുകയാണ്. അയ്യോ, അവൻ്റെ ആ സൈഡ് ഫുള്ള് നര, നടുവിൽക്കൊന്നുമില്ല, സൈഡ് 2 സൈഡും ഭയങ്കരമായിട്ട് നര വന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുന്നേ അവൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വേറെ എവിടെ പോയിട്ട്. ആ ചെയ്ത പൊട്ട് വന്ന നരയാണ് അത്, പിന്നെ പോകുന്നില്ല. ഞാൻ മനുഷ്യനോട് പറഞ്ഞത് മുടിയുമ്പോൾ പരീക്ഷിക്കല്ലേന്ന്, പക്ഷെ പറഞ്ഞ് കേൾക്കില്ല. എല്ലാം കൂടി ചെയ്തൊരു മുടിയൊക്കെ ആകെ ഇതാക്കി കൊണ്ടുവരും. അങ്ങനെ ഞാൻ തന്നെയാണ് ഈ പ്രാവശ്യം നിർബന്ധിച്ച് കളർ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ബർത്ത്ഡേയും കാര്യങ്ങളും ഫോട്ടോ എടുക്കുമ്പോൾ വേറെ അത്ര നര കാണണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എപ്പോഴും ചെത്തായി നടക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ ഇതൊക്കെ കണ്ടു പറയും, ഇവൻ ഇതൊക്കെ റെഡിയാക്കിക്കൂടെ, ഇവൻ ഈ ചെറുപ്രായമായിട്ട് ഇവൻ എന്തിങ്ങനെ നടക്കണേ വെച്ചിട്ട് അച്ഛൻ്റെ ഒന്നും ചീത്തയാക്കാറുണ്ട് കേട്ടോ. അവന് പക്ഷെ അങ്ങനത്തെ ശ്രദ്ധയൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, പക്ഷെ അല്ലെങ്കിൽ അതങ്ങനെ നടക്കും. ഈ പ്രാവശ്യം നാളെ ബർത്ത്ഡേ ആണ് ഏട്ടാ, പോയി ചെയ്യുന്നു ഞാൻ 100,000 വട്ടം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ഹെയർ കട്ടും കളറിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് ഒരു 6 മണി 6:15 ആകുമ്പോഴാണ് അവിടെ നിന്ന് വന്നത്. പിന്നെ കാറ് സർവീസിന് കൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിൽ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കല്ലേ വെച്ചിട്ട് ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയി. അവിടെ കാത്തുമാടെ പിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഏട്ടൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏട്ടൻ നേരെ അങ്ങോട്ട് പൂപ്പിയുടെ വീട്ടിൽ വരിക ചെയ്തത്. എനിക്ക് വീട്ടിൽ കാത്തുന് വെച്ചിരിക്കാൻ എളുപ്പമല്ല. അവൾക്ക് ഒന്നിനെ അച്ഛനമ്മയും വേണം, അല്ലെങ്കിൽ ബേബി വേണം. ഇവരാരും ഇല്ലെങ്കിൽ അവൾക്ക് ഭയങ്കരമായിട്ട് വാശിയും ദേഷ്യവും കൂടുതലാണ്. ആരും ഉണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയും പൂപ്പിരോടെ ആയിരുന്നു. ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വാശി പിടിച്ചിട്ട് ഞാൻ നേരെ പൂപ്പിരോടേക്ക് പോയി. ഏട്ടൻ്റെ ഓരോ നേരത്തെ പരിപാടി ആയിരുന്നു വെച്ചിട്ട് പിന്നെ കളർ ചെയ്യാൻ നിന്നാൽ നമുക്കതൊരു 3/4 മണിക്കൂറൊക്കെ മുടിയിൽ വെക്കണമല്ലോ ക്രീം. അതോട് ഇവരൊന്നും മിണ്ടിയില്ല. ഏട്ടൻ വരട്ടെ, ഞാനല്ലേ നിർബന്ധിച്ച് വിട്ടേച്ച്. അതിൻ്റെ ഇടയിലുള്ള പല രൂപത്തിലും ഭാവത്തിലുള്ള വീഡിയോ എടുക്കൽ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഉണ്ടെങ്കിൽ അവൻ ഒരു വീഡിയോ എടുക്കില്ല, അവങ്ങനെ നടക്കും. അവന് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തരാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ അവന് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ അത്ര വലിയ താല്പര്യമുള്ള ആളൊന്നുമില്ല കേട്ടോ. അങ്ങനെ കളർ ചെയ്തിട്ട് മുടിയൊക്കെ കുളിച്ച് വന്നിട്ടുള്ള ഇരിപ്പാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ്. അവൻ്റെ കുളി കഴിഞ്ഞ് നമ്മൾ തോർത്തി കൊടുക്കുക, തല നല്ല മസാജ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാട്ടാ. അതുകൊണ്ട് തന്നെ അവൻ നല്ല ഇഷ്ടത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഏട്ടാ അവിടെ നിന്ന് വന്നു. പിന്നെ കാറ് കഴുകട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൊണ്ട് ഗുരുവായൂർക്ക് പോയിട്ടെങ്കിൽ നാളത്തെ വർക്കുള്ള ബ്രൈഡിൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവിടെ നിന്ന് സാരി എല്ലാം മേടിച്ച് ഏട്ടൻ്റെ കാറെടുത്ത് വീട്ടിലെത്തുമ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു. 8:30 വീടെത്തിയതിൻ്റെ ശേഷമുള്ള പണികളാണ് ഇനി കാണാൻ പോകുന്നത്. എന്താ ഞാൻ അപ്പഴേ പറഞ്ഞു ഇങ്ങനത്തെ വള്ളിക്കെട്ടുകളൊന്നും ഏറ്റെടുക്കണ്ട, അപ്പൊ ഉണ്ടാക്കണം. എനിക്ക് 2 ആള് 2 വഴിച്ചു ഒരു ദിവസം ആദ്യം പോകാൻ വയ്ക്കുന്നുണ്ട് ഇപ്പരാ. അല്ല അത് ഇത്ര മതി. അപ്പൊ നാളെ നമ്മളെ പെട്ടിന്റെ ബർത്ത്ഡേ ആന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് അമ്മേരൊക്കെ സദ്യയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പഴേ പറഞ്ഞു ഇതൊന്നും വേണ്ട സദ്യയുടെ ആളെയും കാണാനില്ല. എന്നെ ഏൽപ്പിച്ച ആൾ ഇക്കൊണ്ട് വരുന്നു ക്യാമറയും തൂക്കിക്കൊണ്ട്. ഇതയാളൊക്കെ ഇത് എന്താന്ന് പോലും എനിക്കറിയില്ല സത്യത്തിൽ. ബർത്ത്ഡേ ഗിഫ്റ്റ് പണിയെടുക്കൂ. ഇത് പുളിഞ്ചേരിയാണോ? പുളിഞ്ചിക്ക ആണല്ലേ, എനിക്ക് തോന്നി. ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടാ. 30 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത വർഷം ഒറ്റയ്ക്ക് സദ്യ ഫുള്ളായിട്ട് വെക്കണം. എനിക്ക് ആവശ്യമില്ല, ഞാൻ വല്ല ഹോട്ടലും ബുക്ക് ചെയ്തോളൂ. 250-300 കേസുള്ളൂ. നമ്മള് വീട്ടിലുണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ഉണ്ടാവും. വേണ്ട, എനിക്ക് ഹോട്ടലത്തെ ഫുഡിന്റെ ടേസ്റ്റ് മതി. എനിക്ക് ഹോട്ടലിലത്തെ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. വീട്ടിലത്തെ സദ്യയാണ്. അങ്ങനെ പോയി ക്യാമറയിൽ പോയി വീട്ടിൽ തന്നെയാണ്, പക്ഷെ പണിയെടുക്കാൻ വയ്യ. എനിക്ക് എന്താണെന്നായിരുന്നു ആഗ്രഹം. ഷെഫ് കൊത്തല്ലേ? കൊത്തല്ലേ? കൊത്തിയല്ല, ഈ സാധനം ഉള്ളിക്കിട്ടതാ. അതെങ്ങനെ ഇടാന്നറിയോ?
അതിന് ഞാനും ചെയ്തത്. ഇങ്ങനെ ശബ്ദം കൂടുതലാ, ഇങ്ങനെ ചൂടായ സാധനം. നമ്മളെ പെപ്പിനാണ് ഞാൻ മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കി. നീയല്ല വെട്ടിയത് വേറെ വെട്ടാച്ചാരാ ഇവ ഇന്ന് അരച്ച മുടിയൊക്കെ വെച്ച് നടക്കാന്നുള്ള പ്ലാനിലായിരുന്നു. വയസ്സായി മുടിയൊക്കെ നരച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ ഇങ്ങനെ വെള്ളം ഇട്ട പോലെ ഇട്ട് കളിപ്പിക്കുന്നതിന് ഉണ്ണക്ക് കുളിക്കാൻ വേണ്ടിട്ട് വെള്ളം വെച്ചതിന്റെ മേളില് നാളികേരം തണുപ്പിടാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നടന്നാ പറ്റില്ല, നീ വേഗം പോയിട്ട് മുടിയൊക്കെ റെഡി ആക്കി ചുള്ളനായിട്ട് വരാൻ പറഞ്ഞു. എപ്പോഴും ചുള്ളനെ എന്നെ കിട്ടില്ല. അതിന് മുന്നേ ഞൊളിക്കൊക്കെ ഒരു ചെക്കനായിരുന്നു. ഞാൻ പണ്ടത്തെ ഫോട്ടോ ചേട്ടാ ഇങ്ങനെ പാട്ടൊക്കെ പറഞ്ഞ് എന്തൊരു ചെറിയ ചെക്കനായിരുന്നു അറിയാം. അടിച്ച് സുന്ദരനായിരുന്നു. ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് ഒരു പോക്കാ പോയത്. എന്നിട്ട് ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. നിങ്ങള് മോളെന്നെ ഏൽപ്പിച്ചു പോയി, മോളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഞാൻ കുറച്ചിട്ട് ഇത് എന്താ തേങ്ങാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് കുറച്ചിട്ടതാ. ഇത് വല്ലാണ്ട് ഗിഫ്റ്റ്. അപ്പൊ പ്രിൻസിപ്പാൾ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നിനക്ക് വീട്ടിലിരുന്ന് നോക്കിയൊന്നും പോരാ. ഈ സാധനം വെച്ചാൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചു. ഞാൻ കിട്ടൂല, തൂറാനാ പോണ. എന്താ വരണ്ട അച്ഛ അവിടെ കാറിൽ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പൊ നമ്മളങ്ങനെ ഇന്ന് ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മളെ കാത്തുമ്മയ്ക്ക് മേടിച്ച ചെരുപ്പ് നാളെ ഇവരും ബർത്ത്ഡേക്ക് 2 മേടിച്ചതാ. കാത്തുമ്മയ്ക്ക് മേടിച്ച ചെരുപ്പ് ഇതാണ്. പെബിക്ക് മേടിച്ചു കൊടുത്ത് പെബി മേടിച്ച ചെരുപ്പ്. നാളെ നീ ഇതിട്ടോ പെബിയുടെ ചെരുപ്പ് ഇതാ. ഈ ഇങ്ങനത്തെ ചെരുപ്പിടാൻ പറ്റിയ കോസ്റ്റ്യൂം ആട്ടോ പെബി നാളെ കാത്തുവിന്റെ പുതിയ ചെരുപ്പ് എവിടെയാ? കാത്തോ മാമൻ കാണിച്ചു കൊടുക്ക. ഇതിന്റെ ഉള്ളിലുണ്ടോ ചെരുപ്പ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ വേറെ ചെരുപ്പ്. അതിന്റെ ഉള്ളിൽ വേറെ പുതിയ ചെരുപ്പുണ്ട്. എനിക്ക് മേടിച്ച ചെരുപ്പ് ഇതാ. ഇത് മാത്രല്ല കേട്ടാ, 4 മണി ഞാൻ വേറെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചുമ്മാ മേടിച്ച ചെരുപ്പാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇവിടെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു കാലിലടിക്ക് മാത്രമല്ല ചെരുപ്പ് ഭയങ്കര ഇഷ്ടാട്ടോ. ഇതിന് മുന്നേ ഞാൻ മേടിച്ചിട്ട് ഓർമ്മയില്ല, നമ്മൾ ഷോപ്പേന്ന്. അത് നാശമായപ്പോ ഞാൻ അടുത്ത് ഇങ്ങനത്തെ തന്നെ മോളിലെ റെഡ് ഷൂ എടുത്തോണ്ട് പോവാ. നമ്മള് മേടിച്ചില്ലേ? അതേപോലെ ഞാൻ മേടിച്ചത്. ഈ കുപ്പി വേണം. അമ്മാമിക്ക് ചെരുപ്പ് കാണിച്ചു കൊടുത്താ? അമ്മാമിക്ക് കാണിച്ചു കൊടുത്തിട്ട് വന്നേ. ഇട്ടോ തോറ്റു വില ചെറുപ്പല്ല കേട്ടാ. അതേപോലെ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാലി മീഷോയിൽ ഇങ്ങനത്തെ കുപ്പി വേണം. തോന്നണു 100 സംതിങ് കൊണ്ടുള്ളൂ. പക്ഷെ ഒരുപാട് വിലയുണ്ട് കേട്ടോ. നോക്ക്, ഇത്രക്ക് വിലയുണ്ട് കേട്ടോ. അപ്പുറത്തെ കാലാടിയത് പൊട്ടത്തിയ. അതേപോലെ നമ്മൾ കാത്തിന് വേറെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷൂ ഇതാ. ബാ ഇട്ടതാ. മൂപ്പർക്ക് ഒരു ചെരുപ്പൊന്നും പറ്റില്ല അത്ര. മൂപ്പർക്ക് 2 ചെരുപ്പ് വേണം. വലിയ ആളായി. എന്നിട്ട് അമ്മാമിക്ക് ചെരുപ്പ് കാണിച്ചു നോക്കിട്ടാ. ചെരുപ്പ് കാണിച്ചു കൊടുക്കട്ടെ അമ്മാമിക്ക്. അപ്പൊ ഇങ്ങനെ പുലിന് വെച്ചെണ്ണ. ഇന്നലെ നമ്മള് പുലിക്കളിക്ക് പോയപ്പോ മേടിച്ചാട്ടാ പുലി. അനക്കണ്ട ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ വേറെ. പിന്നെ ഡ്രസ്സ് ഉണ്ട്. ആ ഡ്രസ്സ് ഫുള്ളും ഞങ്ങളെ വീട്ടിലാ. അത് ഇനിയിപ്പോ ഇന്ന് പോയിട്ട് എടുക്കണം നമുക്ക്. നാളെ കാണാം. അപ്പൊ അത് നാളെ കാണാം. നമുക്ക് അല്ലെങ്കിൽ പരാതി ഉണ്ട്, നിങ്ങൾ എടുത്ത ഡ്രസ്സൊക്കെ കാണിച്ചു പരിപാടിക്ക് കാണിച്ചു തരുള്ളൂന്ന്. ഈ പ്രാവശ്യം അങ്ങനെ വിചാരിച്ചിട്ടല്ല കേട്ടോ. കാരണം ഇത് അത്ര വലിയ പരിപാടി ഒന്നും അല്ലല്ലോ.
അങ്ങനെ വിചാരിച്ചിട്ടല്ല, ഒക്കെ അവിടെ ഇരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്.